നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. മലയാളക്കര 69ാം വയസ്സിലേക്ക് പ്രവേശിച്ചു. തിരുവിതാംകൂർ, കൊച്ചി, ബ്രിട്ടീഷ്, മലബാർ, കാസർഗോഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്നത്തെ കേരളം രൂപീകരിച്ചത്. കേരനിരകളാടുന്ന കേരളം മലയാളികൾക്കിന്നും ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മയാണ്. കേരളം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ നിരവധി കഥകൾ നിലനിൽക്കുന്നുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്നാണ് ഒരു ഐതിഹ്യം. കൂടാതെ തെങ്ങുകൾ ധാരാളമായി കാണുന്നതുകൊണ്ടാണ് കേരളം എന്ന പേര് ലഭിച്ചതെന്നും ചേര രാജാക്കന്മാരുടെ അധീനതയിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറുകയായിരുന്നു എന്നും അറിയപ്പെടുന്നു. ഭൂപടമെടുത്ത് മേശപ്പുറത്ത് നിവർത്തിയാൽ ഭൂലോകത്തിന്റെ ഒരറ്റത്താണെന്ന് തോന്നും. കടലിലേക്ക് കിനിഞ്ഞിറങ്ങും പോലെ കേരളമെന്ന കുഞ്ഞുനാട്. ഐക്യകേരളത്തിന് വേണ്ടിയുള്ള മുറവിളികൾക്കൊടുവിലായിരുന്നു പിറവി. മലയാള ഭാഷയുടെ മാത്രമല്ല, മതിലില്ലാത്ത മനസ്സുകളുടെയും മതേതര മൂല്യങ്ങളുടെയും കലവറയായിരുന്നു എന്നും കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണമുള്ള കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ പിറവി എന്നതിലപ്പുറം സംസ്കാരം, ഭാഷ, മൂല്യങ്ങൾ, പൈതൃകം എന്നിവ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നു എന്നതും കേരളത്തിന്റെ നന്മയുടെ പ്രതീകം കൂടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ പിന്നോക്ക വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പോർക്കുളം ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിവിൽ സർവീസ് പരീക്ഷ മുതൽ MBBS, നഴ്സിംഗ് പോലുള്ള ഉന്നത പഠന മേഖലകളിൽ വരെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്കാവശ്യമായ സഹായം സർക്കാർ നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസം മുഖേന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം പദ്ധതികൾ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC കുഞ്ഞൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി B ലിൻസ് ഡേവിഡ് തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ വായനശാല നിർമ്മിക്കുന്നതിന് 3 സെന്റ് സ്ഥലം വിട്ടു നൽകിയ പ്രദീപ് തിരുമേനിയെ ചടങ്ങിൽ അനുമോദിച്ചു. നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇഞ്ചിക്കുന്ന് അംബേദ്കർ ഗ്രാമത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. 18 വീടുകളുടെ പുനരുദ്ധാരണമാണ് പ്രധാനമായും നടക്കുക. പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രതിപക്ഷ MLA-മാരെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്, അവർക്ക് കൂടി കൊടുക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ 7 കോടി രൂപ വെച്ച് ഓരോ മണ്ഡലത്തിലേക്കും 140 മണ്ഡലത്തിലേക്കും 7 കോടി രൂപ വെച്ച് സംസ്ഥാന സർക്കാർ ആ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ചു. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജനങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നിവേദനമായിട്ട് സർക്കാരിന് കൊടുത്തു. അത് പരിശോധിച്ചെന്നും ഇപ്പോൾ സർക്കാർ ചില തീരുമാനം മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊന്ന്, കേരളത്തിലെ പാവപ്പെട്ട 62 ലക്ഷം വരുന്ന ആളുകളുടെ പെൻഷൻ 1600 രൂപയായിരുന്നത് 2000 രൂപയായി വർദ്ധിപ്പിച്ചത് നിങ്ങൾ സമീപ ദിവസം കേട്ടത്. ആ വർദ്ധിപ്പിച്ച 2000-വും ഒരു മാസത്തെ കുടിശ്ശികയുണ്ട് തരാൻ. ഗുരുവായൂർ നഗരസഭയ്ക്ക് വീണ്ടും കേന്ദ്ര അംഗീകാരം. അമൃത് പദ്ധതിയുടെ നടത്തിപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ നഗരസഭകളുടെ വിഭാഗത്തിലാണ് അംഗീകാരം. അമൃത് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഡ്രെയിനേജ്, ഫുട്പാത്ത്, പാർക്കുകൾ, നവീകരിച്ച കുളങ്ങൾ എന്നിവയുടെ വീഡിയോ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രദർശിപ്പിക്കും. 8, 9 തീയതികളിൽ ഡൽഹിയിലെ ദ്വാരകയിൽ നടക്കുന്ന അർബൻ കോൺക്ലേവിലേക്ക് കേരളത്തിൽ നിന്നും ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി കേന്ദ്ര സംഘം അടുത്ത ദിവസം ഗുരുവായൂരിലെത്തും. വലത്തൂർ ജുമാ മസ്ജിദിന് സമീപമുള്ള വീട്ടിൽ മോഷണം. നുറുക്കിൽ സലീമിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഒരാഴ്ചയായി ആശുപത്രിയിലായിരുന്ന വീട്ടുകാർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. നിരീക്ഷണ ക്യാമറകളും നശിപ്പിച്ചിട്ടുണ്ട്. DVR നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുറികളിലെ അലമാരകളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ, മണലൂർ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുനരവലോകനം പരിശീലനം നൽകി. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ K രേവയും മണലൂർ നിയോജക മണ്ഡല പരിശീലനം ERO R മനോജും ഉദ്ഘാടനം ചെയ്തു. അസംബ്ലി മാസ്റ്റർ ട്രെയിനർ ES സലിം,
മാൻഡോ ആന്റണി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന മുദ്രാവാക്യവുമായി ഫ്ലവേഴ്സ് 24 ന്യൂസ് ചാനലുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജ്യോതിർഗമയ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സദസ്സ് PTA പ്രസിഡന്റ് വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ ബിജു സി ബേബി ഉദ്ഘാടനം ചെയ്തു. 24 ന്യൂസ് കുന്നംകുളം മേഖലാ റിപ്പോർട്ടർ MM മുഹമ്മദ് അജ്മൽ, അധ്യാപികയും എക്സൈസ് വിമുക്തി കൺവീനറുമായ AS ദീപ്തി, സ്കൂൾ പ്രധാനാധ്യാപിക K വനജ മേനോൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികളിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അത് പൂർണ്ണമായും സമൂഹത്തെ ബാധിക്കുന്ന ഒരു നിലയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഞാനും നിങ്ങളുടെയൊക്കെ പ്രായം കഴിഞ്ഞ് വന്നിട്ടുള്ളത് എന്ത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ മനസ്സിലുണ്ട്. അത് ടീനേജ് പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കൽ പോലും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അനുവദിച്ച ലൈബ്രറി പുസ്തകങ്ങൾ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ സ്കൂളിന് കൈമാറി. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ജൂനിയർ ഗേൾസ് ഹാൻഡ്ബോൾ വെള്ളി മെഡൽ നേടിയ തൃശൂർ ടീമിൽ അംഗമായ വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 വിദ്യാർത്ഥിനികളെ ജലീൽ ആദൂർ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സ്കൂളിന് അനുവദിച്ച വിവിധ സഹായങ്ങളെ മുൻനിർത്തി PTA കമ്മിറ്റി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരിനെ ആദരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷജീന നാസർ, MPTA പ്രസിഡന്റ് ജിഷ KM, പ്രിൻസിപ്പാൾ കവിത S, പ്രധാന അധ്യാപകൻ രത്നകുമാർ MV എന്നിവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയുമാക്കി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. എരുമപ്പെട്ടി വായനശാല പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സെന്ററിൽ സമാപിച്ചു. മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം ദിവ്യ മനോജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം സ്വപ്ന പ്രദീപ്, വില്ലേജ് ജോയിന്റ് സെക്രട്ടറിമാരായ ഷീബ രാജേഷ്, നകുല പ്രമോദ്, വൈസ് പ്രസിഡന്റുമാരായ സൗമ്യ യോഗേഷ്, ഗിരിജ ശിവരാമൻ, സുനജ പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഓർമ്മ ദിനം ആചരിച്ചു. സെമിത്തേരിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകൾക്കും തിരുകർമ്മങ്ങൾക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ക്ലെലിയ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ മരിയ, കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച സെമിത്തേരിയിൽ ആഘോഷമായ വലിയ ഓഫീസ് നടക്കും. അറിയുകയും അറിഞ്ഞതിനെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പോർക്കുളം പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം നടത്തി. കേരള പിറവി ദിനത്തിൽ പൂക്കളത്താൽ തീർത്ത കേരള മാതൃകയ്ക്ക് ചുറ്റും ചിരാതുകൾ തെളിയിച്ച ശേഷം സമേതം യുറീക്ക ശാസ്ത്രകേരളം എന്ന തലക്കെട്ടിൽ പോർക്കുളം MKM UP സ്കൂളിൽ നടന്ന വിജ്ഞാനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം V മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, മെമ്പർമാരായ സുധന്യ സുനിൽകുമാർ, രേഖ ജയറാം എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് സ്റ്റെനി K സ്റ്റീഫൻ സ്വാഗതവും അധ്യാപകനായ ലിജോ ജോസഫ് നന്ദിയും പറഞ്ഞു. രാവിലെ 9:30 മുതൽ 3:30 വരെ നടക്കുന്ന വിജ്ഞാനോത്സവത്തിൽ പഞ്ചായത്തിലെ 3 സ്കൂളുകളിൽ നിന്നായി 150-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഞാനെങ്ങനെ കാണുന്നു, നമുക്കൊക്കെ കണ്ണുകളുണ്ട്. നല്ല വൃത്തിയായി ഭംഗിയായി എല്ലാവരെയും കാണാനും നമുക്ക് പറ്റുന്നു. പക്ഷെ നീല കളറിനെ നീലയായും വെള്ളയെ വെള്ളയായും കറുപ്പിനെ കറുപ്പായും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. ആ തിരിച്ചറിവുകൾ എങ്ങനെയാണ് ഈ തിരിച്ചറിയുന്നതിനുള്ള ആ പ്രത്യേകത നമുക്കുണ്ടാകുന്നത്? മറ്റം സെന്റ് തോമസ് പള്ളിയിലെ ജപമാല മാസാചരണത്തിന് സമാപനമായി. ഒക്ടോബർ 31-ാം തീയതി ഇടവകയിലെ 33 കുടുംബ കൂട്ടായ്മയിൽ നിന്നുള്ള ജപമാല റാലി
ഇടവക പള്ളിയിൽ സമാപിച്ചതിനു ശേഷം വിശുദ്ധ കുർബാനയോടെ നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ ജപമാല പ്രദക്ഷിണം നടന്നു. മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് 33 കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരും കത്തിച്ച മെഴുകുതിരികളും ജപമാലയും പേപ്പൽ കുടകളും കൈലേന്തി വിശ്വാസികളും ജപമാല റാലിയിൽ പങ്കെടുത്തു. ആഘോഷമായ ജപമാല റാലിക്ക് ശേഷമുള്ള മരിയൻ പ്രഭാഷണത്തിന് ഗാഗുൽത്ത ധ്യാന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വിന്നി അറങ്ങാശ്ശേരി നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച ഊട്ടും നടന്നു. ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി 24 മണിക്കൂർ തുടർച്ചയായി നീണ്ടുനിന്ന അഖണ്ഡ ജപമാല തീർത്ഥകേന്ദ്രത്തിൽ വെച്ച് നടന്നു. വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, ഇടവക ട്രസ്റ്റുമാർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി അംഗങ്ങൾ, ഭക്തസംഘടനാ ഏകോപന സമിതി അംഗങ്ങൾ, ജീസസ് യൂത്ത് സംഘടനയിലെ അംഗങ്ങൾ എന്നിവർ ജപമാല മാസാചരണത്തിന് നേതൃത്വം നൽകി. റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൗൺസിലിൽ ചാവക്കാടിന്റെ ആഭിമുഖ്യത്തിൽ കാവ്യാലാപന മത്സരവും കവിതാസ്വാദന സദസ്സും നടത്തി. കേരളം എന്റെ നാട്, മലയാളം എന്റെ മാതൃഭാഷ എന്ന സന്ദേശവുമായി കേരള പിറവി ദിനത്തിൽ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയേർഡ് DDE AK അജിതകുമാരി നിർവഹിച്ചു. റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് E ഉഷയുടെ അധ്യക്ഷതയിൽ നടന്ന സദസ്സിൽ റിട്ടയേർഡ് DDE K സുമതി മുഖ്യാതിഥിയായി. ഡോക്ടർ R സുരേഷ് ക്ലാസ് നയിച്ചു. റിട്ടയേർഡ് അധ്യാപകരായ C ലിജി, PA ലാസർ മാസ്റ്റർ, ആന്റണി ഒലക്കെങ്കിൽ, T രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. സദസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ഉണ്ടായി. അവരുടെ സംഭ്രമം നഷ്ടപ്പെടാതെ കാക്കുന്നു ഞാൻ. ആ മുല്ലവല്ലിയുടെ സംഭ്രമം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാതെ ഞാൻ സംരക്ഷിച്ചു നിർത്തി. പന്തലും ഇട്ട് കൊടുത്തില്ല, പടർത്തിയും എന്നറിയാവുള്ളൂ. ഗുരുവായൂർ കുടുംബശ്രീ CDS 1 വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ പോലീസ് SHO K സതീഷ് കുമാർ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, മെമ്പർ സെക്രട്ടറി GF ജോയ്, CDS ചെയർപേഴ്സൺമാരായ അമ്പിളി ഉണ്ണികൃഷ്ണൻ, മോളി ജോയ്, ഷക്കീല ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. നാഷണൽ യൂണിറ്റി ഡേയോടനുബന്ധിച്ച് ലഹരിക്കെതിരെ എരുമപ്പെട്ടി ജനമൈത്രി പോലീസും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും സംയുക്തമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S അനീഷ് കുമാർ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. എരുമപ്പെട്ടി സ്കൂൾ SMC ചെയർമാൻ ശ്രീജൻ, സ്റ്റുഡന്റ് പോലീസ് ടീച്ചർമാരായ ശ്രീജ, സുനിൽ എന്നിവർ പങ്കെടുത്തു. ഓഫീസ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വം മിനിസ്റ്റീരിയൽ ജീവനക്കാർക്ക് ദ്വിദിന പരിശീലനം നൽകി. ഓഫീസ് ഫയൽ കൈകാര്യം ചെയ്യുന്നതിന്റെ സമഗ്ര വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ വെബ് പോർട്ടൽ, CM with me തുടങ്ങിയ പൊതുജന പരാതി പരിഹാര സെല്ലുകളിൽ മറുപടി ലഭ്യമാക്കുന്ന പ്രവർത്തനം, വേഗത്തിലും സമയബന്ധിതമായും നിയമസഭാ ചോദ്യങ്ങൾക്ക് മറുപടി വിവരങ്ങൾ നൽകൽ, വിവരാവകാശ അപേക്ഷകളിൽ കാലതാമസം കൂടാതെ മറുപടി തയ്യാറാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു പരിശീലനം. പൊതുഭരണ വകുപ്പിലെ സെക്ഷൻ ഓഫീസർ ബിനു പരിശീലനത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നവർക്ക് കഴിയുന്നതും വേഗം സേവനം നൽകാൻ ജാഗ്രത കാട്ടണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. തൊഴിലിടം പൊതുജന സൗഹൃദമാക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രാധാന്യവും വിശദീകരിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കായികക്ഷമത കണ്ടെത്തുന്നതിന് ബഡ്സ് ഒളിമ്പിയ 2025 സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായ പരിപാടി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, ഭരണസമിതി അംഗങ്ങൾ, മദർ PTA പ്രസിഡന്റ് ഷീല സജീവ് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാരായ അരുന്ധതി, സോണി പ്രദീപ്, ലീലാചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സിദ്ധാർത്ഥൻ TK എന്നിവർ പങ്കെടുത്തു. ഓട്ടം, നടത്തം, ലോങ് ജംപ്, ഷോട്ട് പുട്ട്, റിലേ എന്നീ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മികവ് പുലർത്തി. വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനാഘോഷം കേരളീയം 2025 കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജാബിർ CP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ്, ഡെന്നിസ് മങ്ങാട്, ഷാജി തോമസ്,
റഫീഖ് കടവല്ലൂർ, ജൂബി സജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അധ്യാപകർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, പോസ്റ്റർ രചന, കൊളാഷ്, ക്വിസ് എന്നീ മത്സരം, കലാപരിപാടികളും സംഘടിപ്പിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ പരിശുദ്ധ മാതാവിന്റെ ജപമാല മാസാചരണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ജപമാല റാലി നടത്തി. വികാരി ഫാദർ ഡെന്നീസ് മാറൂക്കി, ട്രസ്റ്റിമാരായ KT സൈമൺ, EJ ബെന്നി, PJ ഡേവിഡ്, കേന്ദ്ര സമിതി കൺവീനർ PI ആന്റോ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാതൃവേദിയുടെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി. മെയിൻ റോഡ് മാർ ഗ്രിഗോറിയോസ് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന മിനി പെരുന്നാളിൽ MGM ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി സാധു എന്ന ഗജകേസരിക്ക് ആരണ്യ പ്രജാപതി എന്ന പട്ടം ചാർത്തി. ഫാദർ TC ജേക്കബ്, ഫാദർ VM സമുവേൽ, ഫാദർ പ്രിൻസ് പൗലോസ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. ആനയുടെ പാപ്പാന്മാരെയും ആദരിച്ചു. CB ജോസ്, റിവിൻ റോയ്, മെർവിൻ പോൾ, ജോമോൻ ജാക്സൺ, മിബിൻ ബാബു, ജേക്കബ് ജോസ്, അബി ജോസ്, അഡ്വക്കേറ്റ് ജോഫി ബിജോയ്, ആൽവിൻ ഗ്രിഗർ തുടങ്ങിയവരാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. ആഘോഷങ്ങൾക്ക് ആരവം ഉയർത്തിക്കൊണ്ട് MGM ആഘോഷ കമ്മിറ്റി പെരുന്നാളിന് ആരംഭം കുറിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം യൂണിറ്റിലെ മുഴുവൻ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU തൊഴിലാളികളും ദേശാഭിമാനി ദിനപത്രത്തിന്റെ വാർഷിക വരിക്കാരായി വരിസംഖ്യ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, യൂണിറ്റ് സെക്രട്ടറി KC നിഖിൽ, പ്രസിഡന്റ് KM നാരായണൻ എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം KS പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. വികസന മുന്നേറ്റത്തെയും കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെയും ഏറ്റവും കൃത്യതയോടെ വിശകലനം ചെയ്യുകയും വാർത്ത നൽകുകയും ചെയ്യുന്ന മലയാള പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമാണ് ദേശാഭിമാനി എന്ന് തൊഴിലാളി വർഗത്തിനും തൊഴിലെടുക്കുന്നവർക്കും അറിയാം എന്നതുകൊണ്ടാണ് ആ ദേശാഭിമാനിയുടെ വളർച്ചയ്ക്കും പ്രചരണത്തിനും വേണ്ടി ഉതകും തരത്തിൽ ഈ പോർക്കുളം പഞ്ചായത്തിലെ മുഴുവൻ ചുവട്ടുതൊഴിലാളികളും ഇന്ന് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിച്ചു. പള്ളി സിംതേരിയിൽ മരിച്ചവർക്കുള്ള ദിവ്യബലി അർപ്പിച്ച് തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ഫാദർ ബാബു ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും LDF വിട്ട് കോൺഗ്രസിലേക്ക് വന്നവർക്ക് സ്വീകരണവും നൽകി. ഇന്ദിരാഗാന്ധി സ്മൃതി സംഗമം എന്ന പേരിൽ കൊരട്ടിക്കര കിങ്സ് പാലസിൽ പുതിയ കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി നിയമിച്ച PK ദേവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന ജയപ്രകാശ്, മണികണ്ഠൻ, ദേവിക രാജൻ, രമ എന്നിവരെ MP വിൻസെന്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മധൂർ ഇന്ദിര അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ TS അജിത്ത്, ബിജോയ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, സീനിയർ കോൺഗ്രസ് ലീഡർ NK അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിരാഭവൻ അണ്ടത്തോട് രക്തസാക്ഷിത്വ ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. പ്രസിഡന്റ് ഷാഹിദ് കൊപ്പര അധ്യക്ഷത വഹിച്ചു.
ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി മായിൻകുട്ടി, പഞ്ചായത്ത് സെക്രട്ടറി ഹുസൈൻ വലിയകത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സി യു മുസ്തഫ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി കെ കബീർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 157 രൂപ. ചരമം വാഗ പണിക്കേശ്ശേരി ബാലൻ മകൻ സുരേഷ് ബാബു നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് എളവള്ളി ശാന്തി തീരത്ത് നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.